എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ എക്സസൈസ് 7.1 ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രയാങ്കിൾ ആണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം 3 ടൈപ്പ് ട്രയാങ്കിൾ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്കാലൈൻ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ, ഈക്വലേറ്റർ ട്രയാങ്കിൾ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഐസോസെലസ് ട്രയാങ്കിൾ. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ? നിങ്ങൾക്ക് അറിയാം അല്ലെ? 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പൊ ഇതില് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ, അതായത് 2 സൈഡ് ഇങ്ങനെ തന്നിട്ട് നമ്മൾ വരികയാണ്. അതായത് നിങ്ങൾ ട്രയാങ്കിൾ വരയാൻ പറ്റും. ഇത് 3.5, ഇത് 3.5, ഇത് 5, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മൾ വരികയാണെങ്കിൽ, ട്രയാങ്കിൾ വരുന്നതിന് ശേഷം ഇതിന്റെ നമ്മൾ ഈ ആംഗിൾ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ 2 ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. ട്രയാങ്കിൾ ആർ ഈക്വൽ. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ. അപ്പൊ ഇത് തിയറം പ്രൂവ് ചെയ്യാൻ വരും. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അപ്പൊ നമ്മൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരുന്നു. ABC എന്ന് പേര് കൊടുത്ത് ABC. അപ്പൊ ഇതില് ഇപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C എന്നാണ്. അപ്പൊ എന്താണ് ഗിവൺ? ABC ഈസ് ട്രയാങ്കിൾ. ABC ഒരു ട്രയാങ്കിൾ ആണ്. അതിൽ എന്തൊക്കെയാണ് ഈക്വൽ? AB ഈക്വൽ ടു AC. ഇത്രയും കാര്യം നമുക്ക് ഗിവൺ ആണ്. അതിനുശേഷം നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് എഴുതണം. ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ഷൻ കൊടുക്കും. ഇവിടെ ഡ്രോ ബൈസെക്ടർ ഓഫ് ആംഗിൾ A. ആംഗിൾ എനെ ബൈസെക്ട് ചെയ്ത്. ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആംഗിൾ നമ്മൾ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ഭാഗവും ഈക്വൽ ആയിട്ട്. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന് നമ്മൾ ആംഗിൾ ഇവിടെ കൺസ്ട്രക്ഷൻ ബൈസെക്ട് ആംഗിൾ എ. ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യും. അതിനുശേഷം ഈ ബൈസെക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തുണ്ടായി? 2 ട്രയാങ്കിൾ ഉണ്ടായി ഇവിടെ. അതായത് ABD ACD എന്നുള്ള 2 ട്രയാങ്കിൾ. അപ്പൊ ഈ ട്രയാങ്കിൾ ABD ആൻഡ് ACD ഇതിൽ രണ്ടിലും കൂടി നമുക്ക് എന്തൊക്കെ ഈക്വൽ ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. കാരണം നമുക്ക് ഈ ആംഗിളും ഈക്വൽ പറയേണ്ടത്. അപ്പൊ ഈ 2 ട്രയാങ്കിൾ കോൺഗ്രന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഈ ആംഗിളും ഈക്വൽ ആണ്. CPCD. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ആദ്യം എന്തൊക്കെ ഈ 2 ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുണ്ട് നോക്കാം. ഈ ട്രയാങ്കിൾ ABD ആൻഡ് ACD ഏതൊക്കെയാ ഈക്വൽ? AB ഈക്വൽ ടു AC. നമുക്ക് ആദ്യം അറിയുന്നതാണ് AB ഈക്വൽ ടു AC. അതിനുശേഷം ഇവിടെ നമ്മൾ ബൈസെക്ട് ചെയ്തുകൊണ്ട് എന്തായി? ഈ ആംഗിൾ 2 ഈക്വൽ. അപ്പൊ ആംഗിൾ BAD ഈക്വൽ ടു ആംഗിൾ CAD എന്ന് എഴുതാലോ. ആംഗിൾ BAD ഈക്വൽ ടു ആംഗിൾ CAD. അപ്പൊ ഇവിടെ 2 ആംഗിൾ ഈക്വൽ. ഒരു ആംഗിളും ഒരു സൈഡും ഈക്വൽ ആയി. AD ഈ 2 ട്രയാങ്കിൾ AD എന്താണ്? കോമൺ. AD ഈക്വൽ ടു AD കോമൺ. അപ്പൊ ഇതിൽ ഏത് റൂളാ വരുന്നത്? 2 സൈഡും ഒരു ആംഗിളും. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ? അപ്പൊ ഇതില് നമുക്കിപ്പോ 2 സൈഡാണ്. അതായത് AB ഈക്വൽ ടു AC, AD കോമൺ. അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് വരുന്നത്. അപ്പൊ ഏത് റൂളാണ്? SAS. അപ്പൊ നിങ്ങൾ ആ പേര് പോലെ എഴുതുക SAS. കാരണം AB AD അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ, AC AD അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. അപ്പൊ therefore by SAS കോൺഗ്രൻസ് റൂൾ ട്രയാങ്കിൾ ABD കോൺഗ്രന്റ് ടു ട്രയാങ്കിൾ ACD. അപ്പൊ ബൈ SAS കോൺഗ്രൻസ് റൂൾ എന്ന് പറഞ്ഞിട്ട് എഴുതാ ട്രയാങ്കിൾ ABD കോൺഗ്രന്റ് ടു ട്രയാങ്കിൾ ACD. അപ്പൊ ഇത്രയും ക്ലിയർ ആയി. ACD ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ ACD. therefore ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ ACD ആയി. ABD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൂഫ്. ഒന്നുമില്ല, നമ്മള് ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആർ ഈക്വൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
ഈക്വൽ സൈഡ്സ് ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്തൊക്കെയാ ഗിവൺ എന്നുള്ളത് എഴുതി. എ ബി സി ഒരു ട്രയാങ്കിൾ ആണ്. എ ബി ഈക്വൽ ടു എ സി, രണ്ട് സൈഡ്സ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സ് ഈക്വൽ. അതിനുശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ കൊടുക്കുക. ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യാൻ ബൈസെക്ട് ചെയ്തിട്ട് ബി സിയിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഡി എന്ന് കൊടുത്തു. അതിനുശേഷം അപ്പൊ ഇത് ബൈസെക്ട് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ട്രയാങ്കിൾ കിട്ടി. എ ബി ഡിയും എ സി ഡി എന്നുള്ള രണ്ട് ട്രയാങ്കിൾ കിട്ടി. ആ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പറയാൻ കഴിയും. അപ്പൊ അതിന് കോൺട്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് റൂൾ അറിയാം. ഏതൊക്കെ അറിയാം? എസ് എ എസ് അറിയാം, എ എ എസ് അറിയാം, എ എസ് എ അറിയാം. അപ്പൊ ഇതിൽ ഏതാ വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പൊ ആദ്യം ഇവിടെ എ ബി ഈക്വൽ ടു എ സി അത് നമ്മൾ എഴുതി. അതിനുശേഷം ഇത് ബൈസെക്ട് ചെയ്തപ്പോൾ ബി എ ഡി ഈക്വൽ ടു സി എ ഡി ആയി ആംഗിൾ, അത് ഈക്വൽ ആയി. പിന്നെ എ ഡി രണ്ട് ട്രയാങ്കിൾ കോമൺ ആണ്. അപ്പൊ ഇതിൽ രണ്ട് സൈഡും ഒരു ആംഗിളും ആണ്, ഇൻക്ലൂഡഡ് ആംഗിളും വരുന്നതുകൊണ്ട് എസ് എസ് കോൺട്രുവൻസ് റൂൾ പ്രകാരം എന്തായി? ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ്. ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി ബൈ സി പി സി ടി. അപ്പൊ ഇത് സി പി സി ഡി. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. അപ്പൊ നമ്മൾ ആ തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതില് നമ്മൾ ഏതൊരു തിയറം പഠിച്ചാലും അതിന്റെ കൺവേഴ്സ് പറയുന്നുണ്ട്. ഇതിന്റെ കൺവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ആണ്. ഇനി എന്താ പറയുന്നത്? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആണ്. നേരെ അപ്പൊ ഇതിന്റെ തിയറും നിങ്ങൾക്ക് എ ബി ഈക്വൽ ടു എ സി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഗിവൺ എ ബി ഈക്വൽ ടു എ സി ഗിവൺ. പിന്നെ എന്തൊക്കെയാണ് ഗിവൺ? ആംഗിൾ എ ബി ഡി, ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി. ഇത്രയും കാര്യങ്ങൾ ഗിവൺ ആണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതുക. ടു പ്രൂവ് എ ബി ഈക്വൽ ടു എ സി. അതിനുശേഷം ഇനി നമ്മൾ പ്രൂഫാണ് പറയുന്നത്. പ്രൂഫിൽ നമുക്ക് എന്ത് വേണം? കൺസ്ട്രക്ഷൻ ഡ്രോ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യും. ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. അപ്പൊ ബൈസെക്ട് ചെയ്തപ്പോ എന്തായി? ഈ രണ്ട് ആംഗിൾ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടില്ല. അപ്പൊ ഈ രണ്ട് ആംഗിൾ ഈക്വൽ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി. ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി. അതെങ്ങനെയാണ് നമുക്ക് ഈക്വൽ ആയ? ബൈ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ ആ രണ്ട് ആംഗിളും ഈക്വൽ ആയി. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതിൽ ഇനി എന്തുണ്ട്? എ ഡി ഈക്വൽ ടു എ ഡി കോമൺ ആണ്. എ ഡി ഈക്വൽ ടു എ ഡി കോമൺ. അപ്പൊ നിങ്ങൾ നോക്കുകയാണ് ഈ ആംഗിളും ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളിന് ഈക്വൽ ആയി. എ ഡി രണ്ടിനും കോമൺ ആയി. അപ്പൊ therefore by എ എസ് റൂൾ രണ്ട് ആംഗിളും ഒരു സൈഡ് എസ് റൂൾ എന്തായി? ട്രയാങ്കിൾ എ ബി ഡി ബി എ ഡി കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ ബി എ ഡി കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ സി എ ഡി. ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആയി. രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആയാൽ അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എ ബി ഈക്വൽ ടു എ സി ബൈ സി പി സി ടി. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് സൈഡ്സ് ഈക്വൽ ആണ്. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആണുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെയാ ഗിവൺ എന്നുള്ളത് ആദ്യം എഴുതി. അതിനുശേഷം ടു പ്രൂവ് എ ബി ഈക്വൽ ടു എ സി. ഇവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ ആണ്. ബൈസെക്ടർ ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യുന്നത്. ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ രണ്ട് ആംഗിൾ ഈക്വൽ ആയി. അപ്പൊ ഈ ആംഗിൾ ആദ്യം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്തായി? ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി ആയി. പിന്നെ ഈ രണ്ട് ട്രയാങ്കിൾ എ ഡി കോമൺ ആണ്. അപ്പൊ therefore by AAS rule BAD congruent to CAD. BAD congruent to CAD ആയാൽ AB equal to AC by CPCD. അപ്പൊ രണ്ടാമത്തത് പ്രൂവ് ചെയ്തു നമ്മൾ. ഇനി എക്സാമ്പിൾ 4 എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ 4 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. In triangle ABC, the bisector AD of angle A is perpendicular to side BC. Show that AB equal to AC and triangle ABC is isosceles. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ABC അതിൽ ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്. പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പോൾ
എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. പിന്നെ എന്തൊക്കെയാണ് ഗിവൺ? സോ ദാറ്റ് എ ബി ഈക്വൽ ടു എ സി എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ഇതിൽ നമുക്ക് ഇതേ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി, ദ ബൈസെക്ടർ എ ഡി ഓഫ് ആംഗിൾ എ ഈസ് പെർപെൻഡിക്കുലർ ടു സൈഡ് ബി സി, ഷോ ദാറ്റ് എ ബി ഈക്വൽ ടു എ സി ആൻഡ് എ ബി സി ഈസ് ഐസോസെലസ്. അപ്പൊ ഇതില് എ ബി ഈക്വൽ ടു എ സി, അപ്പൊ ഇത് ബൈസെക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് പിന്നെ ഡി എന്ന് കൊടുക്കുക. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. അപ്പൊ ഇത് ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബി എ ഡി ഈക്വൽ ടു സി എ ഡി. ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി. ഇത്രയും നമുക്ക് ഗിവൺ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് എ ബി ഈക്വൽ ടു എ സി. എ ബി ഈക്വൽ ടു എ സി ആയാൽ മാത്രമേ എ ബി സി ഐസോസെലസ് ട്രയാങ്കിൾ ആവുള്ളൂ. അപ്പൊ എ ബി ഈക്വൽ ടു എ സി എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഈ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് എ സി ഡി അതിൽ എന്തൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത്? നമുക്ക് ഇവിടെ ഇപ്പോൾ ഇത് പെർപെൻഡിക്കുലർ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആയ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി, അതായത് ഡി. ഇത് രണ്ടും 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി. പിന്നെ എന്തൊക്കെ അറിയാം നമുക്ക്? ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി. രണ്ടും ഈക്വൽ ആയി. ഇവിടെ എ ഡി ഈക്വൽ ടു എ ഡി കോമൺ. രണ്ട് ട്രയാങ്കിളും എ ഡി കോമൺ ആണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആംഗിളും അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് സൈഡും. അപ്പൊ ഏത് റൂളാ വരിക? ഇവിടെ ഈ ആംഗിൾ ഇതല്ലേ പറയുന്നത്. എ ഡി ബി ഈക്വൽ ടു എ ഡി സി ഒരു ആംഗിളായി. അതുപോലെ ബി എ ഡി ഈക്വൽ ടു സി എ ഡി രണ്ട് ആംഗിളായി. എ ഡി കോമൺ ആയി. therefore ബൈ എ എസ് എ റൂൾ രണ്ട് ആംഗിളിന്റെ നടുവിലാണ് സൈഡ് വരുന്നത്. therefore ബൈ എ എസ് എ റൂൾ നമുക്ക് എന്തായി? എ ബി ഡി കോൺട്രുവന്റ് ടു എ ബി ഡി ട്രയാങ്കിൾ എ ബി ഡി കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ എ സി ഡി. ഇപ്പൊ എന്തായി? എ ബി ഈക്വൽ ടു എ സി. സി പി സി ടി ആണ്. അപ്പോൾ എ ബി ഈക്വൽ ടു എ സി ആയ therefore എ ബി സി ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ അത്രയേ ഉള്ളൂ. നമ്മൾ ആ രണ്ട് ആംഗിളും അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡും വെച്ചിട്ട് ചെയ്യുന്നു എ എസ് എ റൂൾ. ഇനി എക്സാമ്പിൾ 5 എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Example 5 E and F are respectively the midpoints of equal side AB and AC of triangle ABC. Show that BF equal to CE. ഇവിടെ ABC ഇവിടെ മിഡ് പോയിന്റ്, അതായത് E and F are respectively midpoints of AB and AC. AB ന്റെ മിഡ് പോയിന്റ് E, AC ന്റെ മിഡ് പോയിന്റ് F. ജോയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി എഫ് ഈക്വൽ ടു സിഇ. അപ്പൊ നമ്മൾ എങ്ങനെയുള്ള ട്രയാങ്കിൾ എടുക്കണം എന്നുള്ളത് നോക്കുക. എ ബി എഫും എ സി ഇയും എന്നാൽ മാത്രമേ നമുക്ക് എ ബി ഈക്വൽ ടു എ സി ആണ് ഗിവൺ ആണ്. അപ്പൊ അതുപോലെ ആ ട്രയാങ്കിൾ എടുക്കണം, എന്നാൽ മാത്രമേ ഈ സൈഡ് വരുള്ളൂ. അപ്പൊ എ ബി എഫ് എടുക്കുക, അതുപോലെ എ സി ഇ എടുക്കുക, എന്നാല് നമുക്ക് ആ ഈ സൈഡ് വരും. ഇത് രണ്ടുമാണ് നമുക്ക് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ബി എഫ് ഈക്വൽ ടു സി. ഈ ട്രയാങ്കിളും ഇങ്ങനെ എടുക്കുക, അത് വരുന്ന വിധത്തിലുള്ളത് എടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഈക്വൽ ടു എ സി ഗിവൺ. പിന്നെ എന്തൊക്കെ അറിയാം? ഇത് മാത്രമേ ഇവിടെ ഗിവൺ ഉള്ളൂ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ബി എഫ് ഈക്വൽ ടു സി എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇനി ഈ ട്രയാങ്കിൾ എ ബി എഫ് ആൻഡ് എ സി ഇ. ഈ
triangle ABF and AC, AB equal to AC given. AB equal to AC given. പിന്നെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബി എഫും എ സിയിലും ആംഗിൾ എ രണ്ടിലും കോമൺ ആണ്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ കോമൺ. പിന്നെ എന്തൊക്കെയാ ഈക്വൽ? എ ഈക്വൽ ടു എ എഫ്, അതായത് ഈക്വൽ സൈഡ്സിന്റെ ഹാഫ് എന്തായിരിക്കും? ഈക്വൽ. ഇത് ഇതിന്റെ ഹാഫ് മിഡ് പോയിന്റിലാന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു, ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഹാഫ് ഓഫ് ഈക്വൽ സൈഡ്സ് എന്ന് എഴുതിയാൽ മതി. ഈക്വൽ സൈഡ്സിന്റെ ഹാഫ് ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം എ ബിന്റെ മിഡ് പോയിന്റ് ആണ് ഇ, എ സിന്റെ മിഡ് പോയിന്റ് ആണ് എഫ്. എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ എയും എ എഫും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ കോമൺ ആണ്, എ ബി ഈക്വൽ ടു എ സി. അപ്പൊ ഏത് റൂളാ വരുന്നത്? രണ്ട് സൈഡും ഒരു ആംഗിളും, അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. രണ്ട് സൈഡ് അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എ എഫ് ഈക്വൽ ടു എയും ആംഗിൾ. അപ്പൊ എന്ത് പറയാം നമുക്ക്? therefore by SAS congruency rule, SAS congruency rule പ്രകാരം എന്തായി? ABF ട്രയാങ്കിൾ ABF കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ ACE. രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ്. രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആയാൽ നമുക്ക് എങ്ങനെ പറയാം? BF equal to CE, BF equal to CE by CP CT. ഇതിൽ നിങ്ങൾ ഏതൊക്കെ ട്രയാങ്കിൾ എടുത്താലാണ് BFും സിയും കിട്ടുക എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് ട്രയാങ്കിൾ എടുത്തിട്ട് ആ ട്രയാങ്കിളിന് കോൺട്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ ബാക്കി വരുന്നത് CPCT. അധികവും CPCT തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ട്രയാങ്കിൾ എടുത്താൽ മതി. എക്സാമ്പിൾ 6 നോക്കാം നമുക്ക്. എക്സാമ്പിൾ 6 ഇൻ ഐസോസെലസ് ട്രയാങ്കിൾ ABC വിത്ത് AB ഈക്വൽ ടു AC, D and E are points on BC such that BE equal to CD. Show that AD equal to A. ആദ്യം ഫിഗർ വരയ്ക്കാം. ABC, BCയിലുള്ള രണ്ട് പോയിന്റ്സ് ആണ് ഡിയും ഇയും. DE. ഇതിനിങ്ങനെ നമ്മൾ പറയാം. അപ്പൊ ഇതിൽ നമുക്ക് ആകെ കൂടെ എന്തൊക്കെയാ നമുക്ക് ഷോ ചെയ്യുന്നത്? AD ഈക്വൽ ടു AE, AD ഈക്വൽ ടു A. അപ്പൊ ഇതിൽ നമുക്ക് ഏതൊക്കെ ട്രയാങ്കിൾ കോൺട്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്താ എന്നുള്ളത് നോക്കണം. ഇപ്പൊ AD നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, അതായത് ABE ട്രയാങ്കിൾ ABEയും ട്രയാങ്കിൾ ADC അതായത് ACD എടുക്കുക. ട്രയാങ്കിൾ ACD ABEയും ACDയും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ AD എന്ന് പറയുന്നത് ACDന്റെ സൈഡും AE എന്ന് പറയുന്നത് ABEന്റെ സൈഡുമാണ്. അത് CPCT പ്രകാരം ഇത് രണ്ടും കോൺട്രുവന്റ് ആണ്. അതായത് ഈ രണ്ട് ട്രയാങ്കിൾ കോൺട്രുവന്റ് ആയാലും അതിന്റെ സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ട്രയാങ്കിൾ എടുത്താൽ മതി. ഇവിടെ ABE അതായത് ഈ രണ്ട് സൈഡും ആണ് നമുക്ക് ഈക്വൽ എന്ന് പറയുന്നത്. അപ്പൊ അത് വരുന്ന വിധത്തിലുള്ള ട്രയാങ്കിൾ നിങ്ങൾ എടുക്കുക. ഇവിടെ ABEയും ACDയും എടുക്കുകയാണ്. ABയും ACDയും എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ? AB ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് AB ഈക്വൽ ടു AC ആണ്. AB ഈക്വൽ ടു AC ഗിവൺ. പിന്നെ എന്താ പറയാ? ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ. ബേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ ACD. ആ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ബേസ് ആംഗിൾ എന്ന് എഴുതിയാൽ മതി. ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പിന്നെ എന്തൊക്കെയാണ് ഇതിന് ഈക്വൽ? ഇവിടെ BE ഈക്വൽ ടു നമുക്ക് ഗിവൺ ഉണ്ട്. എന്താണ്? BE ഈക്വൽ ടു CD. BE ഈക്വൽ ടു CD ഇതും ഗിവൺ ആണ്. അപ്പൊ ഇതില് നമുക്ക് എങ്ങനെ വന്ന് BE ഈക്വൽ ടു CD, അതുപോലെ AB ഈക്വൽ ടു AC അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. അപ്പൊ therefore by SAS റൂൾ രണ്ട് സൈഡും എങ്ങനെയാ കിട്ടുന്നത് അതുപോലെ എഴുതിയാൽ മതി. ഇവിടെ രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. therefore by SAS റൂൾ ട്രയാങ്കിൾ ABE കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ ACD.
ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയി. രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയാൽ എ ഡി ഈക്വൽ ടു എ ഇ ബൈ സി പി സി ടി. ഇത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഏതെല്ലാം ട്രയാങ്കിൾ എടുത്താലാണ് അതിന്റെ സൈഡ്സ് ഈക്വൽ ആയിട്ട് വരിക, അതുപോലെ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് ഏത് റൂളാന്നുള്ളത് നോക്കുക. രണ്ട് സൈഡ് ഇൻക്ലൂഡഡ് ആംഗിളും ആണെങ്കിൽ SAS എന്ന് എഴുതുക. രണ്ട് ആംഗിളും ഇൻക്ലൂഡഡ് സൈഡുമായിട്ടാണ് വരുന്നതെങ്കിൽ ASA എന്ന് എഴുതുക. അങ്ങനെ ഏത് റൂളാണോ അതിൽ അതിന് സ്യൂട്ട് ആവുന്നത് അതിനനുസരിച്ച് എടുത്തിട്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. എക്സസൈസ് 7.2 അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.